ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തറവാട്ട് പോവാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അത് അവിടെ ചെന്നിട്ട് ബാക്കി പറയാം. വായോ. പാപ്പാടെ കാത്തുക്കുണ്ടാവും. വിശക്കുണ്ട്. സമയം എത്ര ആയില്ലേ? അപ്പൊ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കാണ്. മുക്കത്തെത്താനായി. മുക്കത്തെത്തിയിട്ട് ചെറിയൊരു സംഗതി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വല്ലേ തിരുവമ്പാടി തറവാട്ടിക്ക് പോണം. ഇതാ നമ്മളെ ആളിതാവാ. പിന്നെ ഡ്രൈവിങ്ങിലാണ്. എല്ലാരും കണ്ടോളി. നമ്മളെ അവന്റെ ചാനലുണ്ട്. അപ്പൊ അതാ നമ്മളിങ്ങനെ പോവുക കേട്ടോ. നമ്മളെ റോഡൊക്കെ അത് ഈ വളവിലൊക്കെ എപ്പോഴും അപകടം ഉണ്ടാകുന്ന ഒരു വളവാ, മാടാമ്പ്രം വളവ്. ഇവിടത്തരും ശ്രദ്ധിച്ച്, ഇവിടുന്നൊക്കെ ശ്രദ്ധിച്ച് പതുക്കെ വണ്ടി ഓടിച്ച് പോയാൽ കഴിച്ചിലായി ഇങ്ങനെ പോവാം. ജീവൻ തിരിച്ചിട്ടു. അങ്ങനെ നമ്മള് ജംഗ്ഷനിലെത്തി. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ പുതിയതായിട്ട് ഒക്കെ തുറന്നാണ്. ആ സൈഡിലെത്താൻ നമുക്ക് അവിടേക്ക് ഒരു ദിവസം പോയിട്ട് വീഡിയോസൊക്കെ എടുക്കണം. മധുരം പൊതുവേ പറ്റാത്തതിനെ കൊണ്ടാണ് അവിടെ കയറാത്തത്. ഈ ഷോപ്പിൽ നിന്ന് TVS എന്നാണ് ഇവന് ബൈക്ക് എടുത്തത്. ഇതാണ് നമ്മളെ മുക്കം പാലം. കണ്ടോ മക്കളെ, പുഴ. ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഏതായാലും വിളിച്ചിട്ട് അല്ല വിളിക്കട്ടോ. ഹലോ. അങ്ങനെ നമ്മള് വേദികയിലൊക്കെ കേറി അവിടുന്ന് ഇറങ്ങി. അപ്പൊ ഇങ്ങനെ നമ്മളെ വെന്റ് പൈപ്പ് പാലം, നല്ല പുഴ കണ്ടോളൂ. പാലതാ മൂന്നും കൂടിയ റോഡിൽ നിന്നും തിരുവമ്പാടി റോഡിലേക്ക് പോവാ. അപ്പൊ നമ്മള് തിരുവമ്പാടിക്ക് പോവാ. മുക്കത്തുനിന്ന് പാലതാ നല്ല ഇല്ലും ഒക്കെ ആയിട്ട് നല്ല രസം അവിടെ കാണാൻ. ഇവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് തിരുവമ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇനി അവിടെ എത്തിയിട്ട് കാണാം. അതില്ലേ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഷാലു എഴുതിയ. ഷാലു. നമ്മളെ രണ്ട് മക്കള് ഓടി വരുന്നതാ. ചുരുക്കി പറ. അല്ല ഫാബിയില്ല.
ഒരു അരമണിക്കൂറായിട്ട് അപ്പുറത്തേക്ക് റോഡൊന്ന് മുറിച്ച് കിടക്കാൻ ട്യൂട്ടോറിയൽ ചെയ്യേണ്ടി വരും. ഉള്ള വണ്ടി മൊത്തം പോയി. ഇനി ഹർത്താലിൻ്റെ അന്ന് മുറിച്ചെടുക്കാം. വരുന്നുണ്ട്. തുറക്കടാ. ചെറുതേ നമ്മള് യാത്ര തുടരുകയാണ്. തറവാട്ട് വീട്ടിലെത്തിയില്ല, ഇപ്പം എത്തും. ഓക്കെ, പോലെ അങ്ങനെ നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ തറവാട്. മക്കളെ അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഇവിടെ ആരൊക്കെ ഉള്ളത്? ഇവിടെ ആളില്ല. ഏതായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് നമ്മൾ തറവാട്ടിലെത്തിയ സ്ഥിതിക്ക് ബാപ്പനോട് കുറച്ച് കാര്യം ചോദിക്കുകയാണ്. പഴയകാല അനുഭവങ്ങൾ, ഓർമ്മകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. വരി. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ 1952 ജനിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് വയസ്സ് 73 കഴിഞ്ഞു. അതിനിടയിൽ ചെറുപ്പകാലത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഒരു 75 കാലത്തിന് ശേഷം പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിനുശേഷം 8-10 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത ആ പാർട്ടിയിലേക്ക് ചേരുകയായിരുന്നു. അതിനിടയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തും ഞാൻ കുറേ പ്രവർത്തിച്ചു. 27-28 നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചു. വളരെ പേരും നല്ല 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 നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു അവാർഡ് എനിക്ക് കിട്ടിയത് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന നാടകത്തിലെ ചാത്തൻ എന്ന 75 വയസ്സുകാരൻ്റെ അഭിനയം ഞാൻ അഭിനയിച്ചത്. വളരെയധികം നടന്ന സംഭവമായിരുന്നു ആ കഥ. കൊണ്ട് വമ്പിച്ച് ജനാവലിയായി കണ്ടു. എല്ലാവരും തൃപ്തിയായി. എൻ്റെ ഒരു പുന്നാരം ഒരു മകൻ്റെ, എനിക്ക് വളരെയധികം കഷ്ടപ്പെടുന്നൊരു മകനുണ്ട്, ഒരു പേരക്കുട്ടി എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവനാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജന്മദിനാണിന്ന്. 19-20 വയസ്സിലേക്ക് കടക്കാൻ പോവാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നുണ്ട്. നല്ലത് വരുത്തട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഏതായാലും ഈ മക്കളെ വീരസമര നായകനെ ഇനി ഇവിടെ ഇരിക്കുന്ന ആള്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഓരോ അവസ്ഥയൊക്കെ അന്വേഷിച്ച് പോണെന്നാലും വലിയല്ലേ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ കഥ കേൾക്കാനായിട്ട് കുറച്ച് കുട്ടിപ്പട്ടാളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട്. പിന്നെ സ്നേഹനിധിയായ ഒരു 1970 കല്യാണം കഴിച്ചത്. സ്നേഹനിധിയായ ഒരു പെണ്ണിനെയാണ് എനിക്ക് കിട്ടിയത്. ഒരു നല്ല ഭാര്യയെ ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണാണ്. നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഉമ്മനെ അല്ലേ പരിചയപ്പെടാം. അപ്പൊ ഈ 19-ാം വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞത് ഇതന്നെ. ഇനി മറ്റേ ഷാലുവിന്റെ ബർത്ത്ഡേ ഇനി. അപ്പോ ഈ 19-ാം വയസ്സിൽ എത്തി നിക്കണ മോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഒരു അഭിപ്രായം പറയും? ഞങ്ങള് സാലുമോനല്ല, ഞങ്ങൾക്ക് നല്ല അഭിപ്രായം പറയാനുള്ളതുണ്ട്. ഓന് നന്നായി പറഞ്ഞ ഞങ്ങളെ മനസ്സിലാക്കാനും എല്ലാവരും മനസ്സിലാക്കാൻ ഓനെ പറ്റിയ ഒരൊറ്റ കുട്ടി ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. അതിലും ഇല്ല എന്ന് പറയാം. ഇതിന്റെ കാര്യത്തിൽ എന്ത് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് ഞങ്ങൾ പറയാതെ തന്നെ ഓന് അറിയാം. അങ്ങനെയാണ്. അപ്പൊ നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. ആളിങ്ങനെ പേടിച്ചെന്നതേക്കോ എന്താവോ വരിക. ഞാൻ ചെറുപ്പത്തിൽ അന്ന് ആപ്പ എന്നെ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും നോക്കി ഗൾഫിൽ പോയി കുറെ കഷ്ടപ്പെട്ട് മക്കൾക്കും എനിക്കും വേണ്ടിയിട്ട് അധ്വാനിച്ച് എല്ലാ മക്കൾക്കും വേണ്ടി ചെയ്ത്. പിന്നെ സുഖമല്ല, അതിന് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെ മക്കളെല്ലാരും നോക്കി അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോന്ന്. പറയ് അഭിപ്രായം പറയും.
ശാലികാക്ക നിങ്ങളെ കൊണ്ടുപോകലുണ്ടോ? കൊണ്ടുപോകലുണ്ട്. മുട്ടായൊക്കെ വാങ്ങി തരുമോ? പറയേ. മുട്ടായൊക്കെ വാങ്ങിത്തരൂ, കൊണ്ടാവൊക്കെ ഒക്കെ ചെയ്യും. ഓക്കെ. ആ പറയേ. അടുത്ത ആള് പറയേ. ഒക്കെ നാണം വന്നിട്ട് വയ്യ. പറ. ശാലികാക്ക മുട്ടായി വാങ്ങി തരലുണ്ടോ? ഓ നമ്മളെ അടുത്ത ആളാണ് പൂവി. പൂവിക്ക് എന്താ അഭിപ്രായം ശാലിനെ പറ്റി? പിടിക്കട്ടെ. ശാലു നല്ലൊരാളാണ്, ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, നല്ലൊരു വ്യക്തിയാണ്, ഹാൻസം ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. ശാലു ഇനി എന്താ വേണോ? അപ്പൊ അങ്ങനൊക്കെ ആണ്. ഓക്കെ. അപ്പൊ ഒരു ബാഡ് കേക്കാൻ ഇല്ലല്ലോ ശാലു. ആരാ ഒന്ന് പറയാ? എന്നാലും വാങ്ങിത്തരലൊക്കെ ഉണ്ട്, എല്ലാത്തും കണ്ടവരൊക്കെ ഉണ്ട്. ആക്കെന്താ വാങ്ങിത്തരല്ലേ? മുട്ടായി വാങ്ങി തരുമോ? മുട്ടായി വാങ്ങിത്തന്നാല് ഒക്കെ കണ്ടവരെങ്കിലും ഒന്ന് കൊണ്ടുപോവോ? ആണ്. എന്താ പറയണ്ടേ? അല്ല, ഈ 19-ാം വയസ്സിൽ എത്തി നിൽക്കല്ലേ? 19-ാം വയസ്സ് എത്തി നിൽക്കുന്ന ശാലു ഒരു അഭിപ്രായം. ഉഷാറാണ് ശാലു, പെരുമാറാനും സ്നേഹവും എല്ലാം കൊണ്ടും നല്ല. 19ന്റെ ട്ടോ. എന്തെങ്കിലും കിട്ടാന്ന് വിചാരിച്ച അപ്പ കിട്ടണോ? എന്റെ അമ്മ അങ്ങനെ നുള്ളി കളിക്കാന്. പിന്നെ അമ്മ വാങ്ങി കൊടുക്കും ചെയ്യട്ടോ. പക്ഷെ ഒരു 10-16-17 വയസ്സായ ഉഷാറായ ആള്. സ്നേഹാണ്, എല്ലാരോടും സ്നേഹാണ്. എന്ത് ചോദിച്ചാലും തരും, എന്ത് വാങ്ങി തരും. ഉഷാറാണ്. അപ്പം എല്ലാ അഭിപ്രായം ഒരു നല്ല അഭിപ്രായത്തിലാണ് ഷാലിപ്പോ നിക്കണത്. അപ്പൊ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ പോട്ടെ. എനിക്ക് വേണേ കച്ചു മുക്കാന്ന്. ഷുഗർ കട്ടിലല്ലേടാ നീ? തിന്ന് തിന്ന്. എന്തൊക്കെയുള്ളേ? 5 സ്റ്റാർ ഹോട്ടലോ 3 സ്റ്റാർ ഹോട്ടലാ? ആരും പോകാതെ